അസ്സലാമു അലൈക്കും. ഈ വീഡിയോയിൽ സക്കാത്തിനെ കുറിച്ച് പഠിക്കാം. സമൂഹത്തിലെ ദുർബലരെയും ദരിദ്രരെയും സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ഇസ്ലാം നിശ്ചയിച്ച മാർഗമാണ് സക്കാത്ത്. ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ നമസ്കാരത്തോടനുബന്ധിച്ചും അല്ലാതെയും ഇത് സംബന്ധമായി പരാമർശം വന്നിട്ടുണ്ട്. വ അക്കീമുസ്സലാത്ത വാതു അസ്സക്കാത്ത്, നിങ്ങൾ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും നിർബന്ധദാനം നൽകുകയും ചെയ്യുവിൻ. ഈ നിർബന്ധദാനത്തിലൂടെ പിശുക്ക്, ലുബ്ധത, ധനക്കൊതി തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിക്കാനും മനുഷ്യ മനസ്സിനെ സംസ്കരിച്ചെടുക്കാനും സാധിക്കുന്നു. ഖുർആൻ പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖത്തുൻ തുതഹിറുഹും വ തുസക്കിഹും ബിഹാ, അവരുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധദാനം വാങ്ങുക, അതുമൂലം താങ്കൾ അവർക്ക് ഹൃദയവിശുദ്ധിയും മാനസിക സംസ്കരണവും ഉണ്ടാകും. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ സക്കാത്ത് ധനികന്റെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ഖുർആൻ പറയുന്നു, വഫി അംവാലിഹിം ഹഖ്കും ലിസ്സാഇലി വൽ മഹ്റം, ചോദിച്ചു വരുന്നവനും ജീവിതമാർഗം തടയപ്പെട്ടവനും അവരുടെ സമ്പത്തിൽ അവകാശമുണ്ട്. 5 ഖുർആൻ 51-19. സക്കാത്ത് നിർബന്ധമായ സമ്പത്ത്. സൂക്ഷിപ്പ് പണം, കച്ചവടച്ചരക്കുകൾ, കാർഷികോൽപ്പന്നങ്ങൾ, കാലികൾ തുടങ്ങിയ എല്ലാ സമ്പത്തിനും സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ ത്വയ്യിബ മാ കസബതും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർള്, സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ച നല്ല വിഭവങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു തരുന്നവയിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുവിൻ. 2:67. അൻ-നിസാബ്, ഒരാളുടെ പക്കലുള്ള സമ്പത്തിന് സക്കാത്ത് നിർബന്ധമാവുന്ന പരിധിക്കാണ് നിസാബ് എന്ന് പറയുന്നത്. ഹദീസ്, 5 വസ്കിൽ താഴെയുള്ളതിന് സക്കാത്തില്ല, 5 ഔഖിയത്തിൽ താഴെയുള്ളതിനും സക്കാത്തില്ല, 5-ൽ കുറഞ്ഞ ഒട്ടകത്തിനും സക്കാത്തില്ല. 1 വസ്ക് 60 സാ ആണ്. അപ്പോൾ 300 സാ ആണ് ഉൽപ്പന്നത്തിൻ്റെ നിസാബ്. 300 സാ ആണ്. അപ്പോൾ 300 സാ ആണ് ഉൽപ്പന്നത്തിൻ്റെ നിസാബ്. 1 ഔഖീത്ത് 40 ദിർഹമാണ്. അപ്പോൾ 5 ഔഖീത്ത് 200 ദിർഹം. കടവും അടിസ്ഥാന ചെലവും കഴിച്ച് കൊല്ലാവസാനം 5 ഔഖീത്ത് അഥവാ 200 ദിർഹം വെള്ളി നാണയമോ അതിൻ്റെ തൂക്കമോ 590 ഗ്രാം വെള്ളിയോ സൂക്ഷിപ്പുണ്ടെങ്കിൽ അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. സ്വർണത്തിൻ്റെ സക്കാത്തും ഇതനുസരിച്ച് തന്നെ കണക്കാക്കണം. നാണയങ്ങൾ രൂപ, ഉറുപ്പിക. ഉറുപ്പികയ്ക്ക് സക്കാത്ത് നിർബന്ധമാണ്. ഇതിൻ്റെ പരിധിയും തോതും വെള്ളി നാണയത്തിന് പറഞ്ഞ പ്രകാരം തന്നെ. അതായത് 590 ഗ്രാം വെള്ളിയും 590 ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള പണം കൊല്ലം തികഞ്ഞപ്പോൾ നിക്ഷേപമായോ കൈവശമായോ ഉണ്ടായാൽ അതിൻ്റെ 2.5% കൂടുതൽ വരുന്നത് അതിൻ്റെ കണക്കനുസരിച്ചും. കച്ചവടത്തിൻ്റെ സക്കാത്ത്. കച്ചവടക്കാർക്കും പരിധി എത്തിയാൽ സക്കാത്ത് ബാധകമാണ്. കൊല്ലം തികയുമ്പോൾ സ്റ്റോക്കുള്ള സാധനങ്ങളുടെ വിറ്റുവരവും അടിസ്ഥാന ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിച്ചതെല്ലാം കണക്കാക്കി 590 ഗ്രാം വെള്ളിയുടെ വിലക്കോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ആയതിന് 2.5% സക്കാത്ത് നൽകണം. കാർഷിക വിഭവങ്ങൾ. പല രാജ്യത്തും പലവിധ വിഭവങ്ങളാണ് കൃഷി ചെയ്തുണ്ടാക്കുന്നത്. എന്നാൽ ഭക്ഷ്യധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, നാണ്യവിളകൾ തുടങ്ങി ഭക്ഷണത്തിനും വരുമാനത്തിനും വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വിഭവങ്ങൾക്കും സക്കാത്ത് നിർബന്ധമാണ്. 6 ക്വിൻ്റലിൽ അല്പം കൂടുതൽ കാർഷികോൽപ്പന്നം ഒരാൾക്കുണ്ടെങ്കിൽ നിർബന്ധമായും സക്കാത്ത് കൊടുക്കണം. നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ 6 ക്വിൻ്റലിൻ്റെ വില നിസാബായി കണക്കാക്കുന്നു. കാർഷിക വസ്തുക്കൾക്ക് സാധാരണഗതിയിൽ 10% സക്കാത്ത് നൽകേണ്ടത്. തേവി നനച്ചുണ്ടാക്കുന്നവയ്ക്ക് 5% നൽകിയാൽ മതി. സക്കാത്ത് നിർബന്ധമായ മറ്റൊരു വിഭാഗമാണ് കാലിസമ്പത്ത്. മേഞ്ഞു നടന്ന് തിന്നു വളരുന്ന ആട്, മാട്, ഒട്ടകം എന്നിവയ്ക്കാണ് സക്കാത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. ആട്, മാട്, ഒട്ടകം. ആടുകൾക്ക് 40 വരെ സക്കാത്തില്ല. 40 എണ്ണത്തിന് ഒരാട് കൊടുക്കണം.
120 വരെയും 1 മതി. 120, 200 വരെ 2ഉം 200 മുതൽ 300 വരെ 3ഉം തുടർന്ന് വരുന്ന ഓരോന്നിനും 1 വീതവുമാണ് സക്കാത്ത് നൽകേണ്ടത്. ഗോവർഗത്തിന് 30 മുതൽ 39 വരെ 1 വയസ്സ് പൂർത്തിയായ കന്നുകുട്ടി, 40 മുതൽ 59 വരെ 2 വയസ്സ് പൂർത്തിയായ 1 മാട്, 60-ന് ഓരോ വയസ്സുള്ള 2 കന്നുകുട്ടികൾ, പിന്നെ അധികം വരുന്ന ഓരോ 40-നും 2 വയസ്സുള്ള 1 മാട്. ഇങ്ങനെയാണ് സക്കാത്ത് നൽകേണ്ടത്. ഒട്ടകത്തിന് 5 മുതൽ 9 വരെ 1 ആട്. ഇങ്ങനെ 24 വരെ വർദ്ധിക്കുന്ന ഓരോ 5 എണ്ണത്തിനും ഓരോ ആട് വീതം നൽകണം. 25 മുതൽ 35 വരെ 2 വയസ്സ് പൂർത്തിയായ 1 പെണ്ണൊട്ടകം, 36 മുതൽ 45 വരെ 3 വയസ്സ് പൂർത്തിയായ 1 പെണ്ണൊട്ടകം, 46 മുതൽ 60 വരെ 4 വയസ്സ് പൂർത്തിയായ 1 പെണ്ണൊട്ടകം, 61 മുതൽ 75 വരെ 5 വയസ്സ് പൂർത്തിയായ 1 പെണ്ണൊട്ടകം, 76 മുതൽ 90 വരെ 3 വയസ്സ് പൂർത്തിയായ 2 പെണ്ണൊട്ടകം, 91 മുതൽ 120 വരെ 4 വയസ്സ് പൂർത്തിയായ 2 പെണ്ണൊട്ടകം, 120-ന് മീതെ ഓരോ 40-നും 3 വയസ്സായ 1 പെണ്ണൊട്ടകവും ഓരോ 50-നും 4 വയസ്സായ 1 പെണ്ണൊട്ടകവും സക്കാത്ത് നൽകണം. സക്കാത്തിൻ്റെ അവകാശികളായി 8 വിഭാഗത്തെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ദാനധർമ്മങ്ങൾ: 1. ദരിദ്രന്മാർ, 2. അഗതികൾ, സക്കാത്തിൻ്റെ ശേഖരണ വിതരണ ജോലിക്കാർ, ഇസ്ലാമിലേക്ക് മനസ്സാകർഷിക്കപ്പെട്ടവർ, അടിമകൾ, കടബാധ്യതയുള്ളവർ എന്നിവർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലും യാത്രയിൽ കഷ്ടപ്പെടുന്നവർക്കും അവകാശപ്പെട്ടതാകുന്നു. 9. 60 ഖുർആൻ. Please subscribe my channel. Thank you for watching.